നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്കൗണ്ടിൻ്റെ അതായത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തേക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ടാരോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കുക, ചാനൽ ലഭിക്കുന്നതാണ്. അതിൽ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ മാസവും നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. ഡിസ്കൗണ്ട് ആണെങ്കിൽ പോലും അത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. വേണ്ട, ഒറ്റപ്പെട്ടു ജീവിച്ചു, എനിക്ക് മതിയായി. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ഇതാ തേടി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിയൂണിയനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വായനയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏഞ്ചൽസിൻ്റെ ആ ഒരു ഗൈഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്രയും അധികം കാണാൻ സാധിക്കുന്നത് അതായത് പിതാവിൽ നിന്നുമുള്ള വളരെയധികം നിഗൂഢതകളാണ്, അല്ലെങ്കിൽ പിതാവിൽ നിന്നും വളരെയധികം എതിർപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ അത്രയേറെ അടുക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. കമിതാക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ തന്നെയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പല രീതിയിലും ഒരുമിച്ച് അടുക്കാനും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുമ്പോൾ പോലും അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു തടസ്സങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് 3 മുതൽ 4 വർഷം വരെ ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആകാനും സാധ്യതകൾ കാണിക്കുന്നു. കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ദൂരത്താണ് താമസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു രാജ്യത്തും ഈ ഒരു നാട്ടിലോ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ദൂരെ ഏതെങ്കിലും രാജ്യത്തായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഫിസിക്കൽ പരമായിട്ട് ഇവിടെ അടുത്തല്ല, കൂടെയല്ല ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുവാനും ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ പല രീതിയിലുള്ള വിഷമമേറിയ ഘട്ടങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേവലം ഒരു സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷ കണ്ണുനീർ അല്ല, പകരം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയാണെങ്കിലോ നിങ്ങളെ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പങ്കാളിയായി വന്നാൽ മതി എന്നുള്ള ഒറ്റക്കാൽ തപസ്സോട് കൂടി, അല്ലെങ്കിൽ ആ ഒരൊറ്റ മനസ്സോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലവരുമായിട്ട് എതിർക്കേണ്ടി വരുന്നു, പലവരോടും കയർത്ത് സംസാരിക്കേണ്ടി വരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഒരു സമാധാനപരമല്ലാത്ത രീതിയിലുള്ള സംഘർഷങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ പിതാവിൽ നിന്നും തന്നെയാണ് ഇവിടെ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ സ്വന്തമാക്കാനും കഴിയുന്നില്ല, എന്നാൽ എതിർക്കുന്ന വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് കടക്കാനും അല്ലെങ്കിൽ അവരെ മറികടക്കാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ ഈ വ്യക്തിയെ കൊണ്ട് കഴിയാനും പറ്റാത്ത അവസ്ഥയാണ്. വേറൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി പല രീതിയിലും ശ്രമിച്ചതായിട്ട് കാണിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ എവിടേക്കോ ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പല പ്രാവശ്യവും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ഓരോ നിമിഷവും അനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ഈ വ്യക്തി പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉപദേശത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയമായിട്ട് കണ്ടെത്തി ഈ വ്യക്തിയുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഈ വ്യക്തിക്ക് അതൊരു കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പൂർവാധികം ശക്തിയോടുകൂടി
മനസ്സ് മടുത്തുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതമായി പോയതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു മാനസിക സംഘർഷത്തോടു കൂടി വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു അന്ത്യമില്ലാത്ത തുടർക്കഥ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, യാതൊരു തരത്തിലുള്ള അവസാനവുമില്ലാത്ത ഒരു പ്രണയത്തിന്റെ ഊർജമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവങ്ങളോട് മാത്രമല്ല, അത് ഏഞ്ചൽസിനോടാണെങ്കിലും, അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ ഇഷ്ട ദൈവം ഏതാണോ ആ ഒരു ദൈവത്തിനോടും പ്രപഞ്ചശക്തിയോടും നല്ല രീതിയിൽ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില വൈകിയ വേളകളിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടാണെങ്കിൽ പോലും ഈ പേഴ്സണ് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് വാക്കുതർക്കത്തിലേക്ക് ഏർപ്പെട്ടു പോകാനോ അവരെ പരിപൂർണമായിട്ടും തുടച്ചു നീക്കാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നാവുന്നതിന് തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള കാരണങ്ങൾ ഇവിടെ ശത്രുക്കൾ കണ്ടെത്തുന്നതായി നമുക്കിവിടെ കാണാം. അതായത് തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പറ്റം അനാവശ്യമായിട്ടുള്ള വ്യക്തികളുണ്ട്. അത് ആ വ്യക്തികൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ അവർ മുന്നോട്ട് നിരത്തി വെക്കുന്ന കാരണങ്ങൾ, അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് കണ്ടെത്തുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് തികച്ചും ഒരു മറ്റ് സമൂഹം നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ഒരു വിവാഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ ഏതൊരു ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു കാരണങ്ങൾ തന്നെയാണ് ഇവിടെയും ഈ തേർഡ് പാർട്ടി നിരത്തി വെക്കുന്നത്. അത് സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളോ ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കെങ്കിലും നല്ലൊരു ജീവിതം ലഭിച്ചോട്ടെ, നിങ്ങൾ ഈ വ്യക്തിയെയും കാത്തിരുന്ന് ജീവിതം നശിപ്പിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി മനഃപൂർവ്വം പദ്ധതികൾ ഉണ്ടാക്കി നിങ്ങളിൽ നിന്നും അകന്നു പോകാനും, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞു നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടോ വളരെ ദൂരത്തേക്ക് മറഞ്ഞു നീങ്ങാനൊക്കെയാണ് ഈ വ്യക്തി ഓരോ തവണയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്തരം പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പോലും ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക്, കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ നിങ്ങളൊന്ന് വിഷമിച്ചേക്കാം, ഈ വ്യക്തിയും വിഷമിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ വ്യക്തി വീണ്ടും ആ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളെ യാതൊരു കാരണവശാലും പിരിഞ്ഞിരിക്കാനാകില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്നിവിടെ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഈ വ്യക്തിക്കാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം ഈ വ്യക്തിക്കാണ്. കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അത് ഉൾക്കൊള്ളാനാകില്ല എന്നുള്ളതാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളില്ല എന്ന് മനസ്സിൽ പോലും വെറുതെയെങ്കിലും സങ്കല്പിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്നെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമൊക്കെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും അങ്ങേയറ്റം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാകാം, അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്കനുസരിച്ച് ഈ ഒരു ബന്ധം വരുന്നില്ല. അതുകൊണ്ട് ഇത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം, എന്താണെന്ന് വെച്ചാൽ ദൈവം തീരുമാനിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ വിഷമത്തിലാണ്. മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കുന്നുണ്ടാകാം, സന്തോഷം അഭിനയിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളും നല്ല രീതിയിൽ തന്നെ നുറുങ്ങുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നീറ്റല് ഈ വ്യക്തിക്ക് എത്ര ദൂരത്താണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ആയിട്ട്, ഏറ്റവും കൂടുതൽ ഇമോഷണൽ പരമായിട്ട് പെട്ടെന്ന് കരയുകയും വിഷമിക്കുകയും പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നത് ഈ വ്യക്തി മാത്രമാണ്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു.
എന്ത് തന്നെ ആയാലും ഈ വ്യക്തി അങ്ങേയറ്റം ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. ഈ വ്യക്തി യാതൊരു തരത്തിലുള്ള താല്പര്യവും അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം. ഒരു ശാന്തമായിട്ടുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ വ്യക്തി യാതൊരു തരത്തിലുള്ള കഠിനാധ്വാനം അവിടെ സമർപ്പിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഈ വ്യക്തി അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് പുരുഷന്മാരായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പിതാവ് തന്നെ ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയും നമുക്കിവിടെ വളരെ കഠിനമായിട്ടും, അതായത് കാഠിന്യമായിട്ടുള്ള എനർജിയോട് കൂടി കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, ഈ വ്യക്തി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം മറികടന്ന് ഒന്നാകണം എന്നുള്ളത് തന്നെയാണ്. ആദ്യമൊക്കെ ഈ വ്യക്തിയുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് വിധി പോലെ വരട്ടെ, എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ നടക്കട്ടെ, അതുപോലെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ അതുപോലെ നടക്കട്ടെ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ കഷ്ടകാലത്തിന് വിട്ടുകൊടുക്കാനോ മറ്റാരുടെയെങ്കിലും തലയിലാക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് തന്നെ അത് പരിപൂർണമായിട്ടും ശരിയാക്കി എടുക്കണമെന്നും അത് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുമെന്നും അത്തരം ഒരു മനോഭാവത്തിലേക്കും കോൺഫിഡൻസിലേക്കുമാണ് ഈ വ്യക്തി ചെന്നെത്തി നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേവലം ഒരു താൽക്കാലിക പരമായിട്ടുള്ള മാറ്റമല്ല, അത് എന്നേക്കുമായി നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനോബലം തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന കൂട്ടുകാരിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുത്തേ തീരൂ എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.